എടാ നിങ്ങളുടെ +1 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 essay ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് 2 essay ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട നോട്ട്സും കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി എജുപോണിന്റെ +1 കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടിപ്സ്, നോട്ട്സ് കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുക? നമ്മുടെ കമ്മ്യൂണിറ്റി കേട്ടോ. നേരെ ആദ്യ ചോദ്യം ഇതാണ്. നമ്മുടെ മൗലിക അവകാശം, മോസ്റ്റ് ഓഫ് ദ ഡെമോക്രാറ്റിക് countries provide a list of rights in their constitution. Describe the fundamental rights and guaranteed by Indian constitution. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ അവകാശങ്ങളുടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ വിശദീകരിക്കുക. മൗലിക അവകാശങ്ങളെ പറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. നിർബന്ധമായും നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ കൃത്യമായി ഈ ഓരോ മൗലിക അവകാശങ്ങളും പഠിച്ചു വെക്കാം. ഓരോന്ന് പഠിച്ചു വെക്കണം. റൈറ്റ് ടു ഇക്വാലിറ്റി എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ പറയുന്ന നോട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ആറെണ്ണത്തിൽ ഓരോ, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14, 15, 16, 17, 18 ഈ 5 ആർട്ടിക്കിൾ ഉണ്ടല്ലോ. അത് നിങ്ങൾ നിർബന്ധം എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഓരോന്ന് എത്ര എണ്ണം ഉണ്ട്, എത്ര ആർട്ടിക്കിൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പഠിച്ചേക്കാം. എളുപ്പത്തിൽ എന്ത് പഠിക്കാം? ഇതിൽ 5 എണ്ണം ഉണ്ട്. ഇതിൽ 5 ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഇതിൽ 5 എണ്ണം ഉണ്ട്. ഇതിൽ 4 എണ്ണം. വീണ്ടും ഇത് 2 എണ്ണം. വീണ്ടും 4. വീണ്ടും 2. ഇതിലൊരൊറ്റ ആർട്ടിക്കിൾ 32. ഈ രീതിയിൽ നിങ്ങൾ ഒരു നമ്പർ നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. ഇങ്ങനെ നമ്പർ വെക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർത്ത് ആലോചിക്കും, ഒന്നും കൂടി ഏതെങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൃത്യമായി ഈ സാധനം എത്ര ആർട്ടിക്കിൾ ഓരോന്നിനും ഉള്ളിലുണ്ട് നിങ്ങൾ പഠിച്ചു. ആർട്ടിക്കിൾ 14 മുതൽ പിന്നെ 18 വരെയാണ് അവിടെ വരുന്നത്. പിന്നെന്താണ് 19 മുതൽ 22 വരെ. ആ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോന്നും കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. 14 മുതൽ 18 വരെ ഇവിടെ എത്തി. ഇവിടെ എന്താ 19 മുതൽ 22 വരെ എത്തി. 23ഉം 24ഉം 25 മുതൽ പിന്നെ 25, 26, 27, 28 വരെ. ഇത് 29ഉം 29ഉം പിന്നെ 30ഉം ഇത് 31 അല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്യും? നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായി ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വെക്കാം. ഓക്കെ, റെഡി. ഓരോ മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ കാര്യം മറക്കരുത്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഈ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. ഇതൊക്കെ നല്ല എന്താണ്, ജസ്റ്റ് നിങ്ങൾ താഴെ നമ്മുടെ ലിങ്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റ് ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. നിർബന്ധം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ഫുൾ മാർക്കിലേക്ക് എത്താൻ നിങ്ങൾ നമ്മുടെ എജുപോണിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം. റെഡി, അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഈ നോട്ട്സ് നമ്മുടെ മൈക്രോബിറ്റ് നോട്ടും PYQ മോഡൽ ക്വസ്റ്റ്യനും ചാപ്റ്റർ സമ്മറൊക്കെ എവിടെ കിട്ടുക? എജുപോണിന്റെ +1 കമ്മ്യൂണിറ്റിയിലാണ്. വേഗം എന്ത് ചെയ്യുക? അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. റെഡി, ഇനി മക്കളെ നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോകുന്ന. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം ഹാവ് മെനി ഡ്രോബാക്ക്. ഗിവ് യുവർ സജഷൻ റിഫോം ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ധാരാളം പോരായ്മകളുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ വേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പരിഷ്കാരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വേണ്ട റിഫോംസ്? കാരണം ഇലക്ഷൻ സംവിധാനത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ഇലക്ഷൻ സംവിധാനത്തെ പറ്റി പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമതൊരു ചോദ്യം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ മണി പവർ, മസിൽ പവർ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ essay ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് പോയിന്റ് ആക്കി എഴുതിയാൽ പോരാ. ഈ പോയിന്റ് എഴുതുക, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. എന്താ മസിൽ പവറും മണി പവർ എന്ന് പറഞ്ഞാൽ? പലപ്പോഴും ആളുകൾ പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കാറുണ്ട്. മസിൽ പവർ എന്താ? ആളുകളെ ഭീഷണിപ്പെടുത്തി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാറല്ലേ. അതൊന്നും എന്ത് ചെയ്യരുത്, ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഷുഡ് ബി ദ ഇലക്ഷൻ എക്സ്പെൻസ്. രാഷ്ട്രം എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് ചെലവുകൾ എടുക്കണം. അതുപോലെ എക്സ്പെൻസിന് ലിമിറ്റ് വേണം. ചില ആളുകൾ പണക്കാരായ ആളുകൾ ഇഷ്ടംപോലെ പൈസ ഒട്ടിക്കും. അത് തൊട്ടപ്പുറത്തെ എതിർ സ്ഥാനാർത്ഥി ഒരു പാവപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ അത്ര പൈസ ഒന്നും ഇറക്കാൻ അല്ലേ. അപ്പോൾ അതിന് കൃത്യം എന്ത് ചെയ്യണം? ഒരു ലിമിറ്റ് അതിന് വേണം. ആൻഡ് ബിയോണ്ട് ദിസ് ലിമിറ്റ് ഷുഡ് ബി ഡിസ്ക്വാളിഫൈഡ്. ആ ലിമിറ്റിന് മേലെ ആരെങ്കിലും പണം ചെലവാക്കാൻ അയാൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലേ. ദ കാൻഡിഡേറ്റ് ആൻഡ് ദ പാർട്ടി ഷുഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് അക്കൗണ്ട് ഓഫ് ദ ഇലക്ഷൻ എക്സ്പെൻസ്. ഓരോ തെരഞ്ഞെടുപ്പിലും തന്റെ സ്ഥാനാർത്ഥികൾ എത്ര പണം ചെലവാക്കുന്നു എന്നതിന് കൃത്യമായി തെളിവ് എന്ത് ചെയ്യണം? ആ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ എന്ത് ചെയ്യണം? ഹാജരാക്കണം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പാർട്ടി ഓഡിറ്റ് ചെയ്ത സമർപ്പിക്കണം. അതുപോലെ ക്രിമിനൽ ഷുഡ് നോട്ട് ബി മെയ്ഡ് ഇൻ കാൻഡിഡേറ്റ്. കുറ്റം ചെയ്ത ക്രിമിനൽസിനെ, കുറ്റവാളികൾ എന്ത് ചെയ്യാൻ പാടില്ല? തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ ഓൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബോത്ത് ക്യാപ്ചറിംഗ് ഷുഡ് ബി സപ്രസ്ഡ്. എല്ലാ
ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പലപ്പോഴും ബൂത്ത് പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ ആളുകൾ ഭീഷണിപ്പെടുത്തുക, നിർബന്ധമായി തട്ടിക്കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ പോലീസിന് സഹായത്തോടെ എന്ത് ചെയ്യണം, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ റിഫോംസ് ആയി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കമ്മ്യൂണിറ്റിയിലാണ് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് +1 പരീക്ഷ ഉണ്ട്, എത്ര പേർക്ക് പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കാരണം +1 പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു അൺസർട്ടേണിറ്റി അതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വൈകി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ആകുമ്പോഴേ നമ്മൾ സെറ്റായി പരിപാടികൾ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യുക. അതുപോലെ നിഹാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിഹാൽ സാർ എന്നുള്ള, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഒരുപാട് കണ്ടന്റ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിഹാൽ സാർ, ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് കണ്ടന്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ വൺസ് അഗൈൻ നമ്മൾ ഇനിയും കാണും. അപ്പോൾ വീണ്ടും കാണുന്നവരെ